മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2-ാം പാദവും 3-ാം പാദവും 4-ാം പാദവും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദവും 2-ാം പാദവും ചേരുന്ന രാശി നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ ഉണ്ടാവുക. കഷ്ടതകൾ മാറി നന്മകൾ വർദ്ധിക്കുകയും സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആത്മനിർവൃത്തി ഉണ്ടാവുകയും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 7.5 ശനിയുള്ളൊരു സമയം കൂടിയാണ്. അതേപോലെ തന്നെ വ്യാഴൻ 4-ൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ദോഷമുള്ളൊരു സമയം തന്നെയാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. എങ്കിലും ഇവിടെ പൊതുവെ നമുക്ക് സമാധാനവും എല്ലാം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉടനെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ വരാൻ പോകുന്നു, 7.5 ശനി കഴിയാൻ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ടും നിങ്ങൾക്ക് കഷ്ടപ്പാടിൽ നിന്നും മുക്തി നേടാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്പം അസ്ഥിരമായിരിക്കും എന്നുള്ളതും പക്ഷേ തികച്ചും സ്വാഭാവികവുമാണ്. എല്ലാത്തിനും ഉപരി നിങ്ങളുടെ രാശിയിലെ അല്പം വൈകാരിക പ്രദേശങ്ങളിൽ സൂര്യനും ചന്ദ്രനും പരസ്പരം അഭിമുഖമായി നിൽക്കുന്നു. മറ്റുള്ളവർക്ക് ഉൾപ്പെടാത്ത അല്ല, എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. കലാകായിക മേഖലയിലുള്ളവർക്ക് വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. ഉപരിപഠനത്തിന് പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കുന്നൊരു സമയമാണ്. സൽസന്താന ഭാഗ്യം ഉണ്ടാകും. മക്കളുടെ വിവാഹം എന്നീ കാര്യങ്ങളിൽ എല്ലാം തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കുകയും മക്കളോടൊപ്പം പുണ്യ തീർത്ഥയാത്രകൾക്ക് പോകുവാനും യോഗം കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സർവാത്മന സഹകരിച്ച് പോകുന്നതും വളരെ നല്ലതാണ്. വിശ്വസ്ത സേവനത്തിന് ജനം അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. കായിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഉള്ളവർക്ക് വളരെ നല്ല ഒരു സമയമാണ് എന്ന് പറയുന്നു. പൊതുവെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് എന്ന് പറയാം. ഇതിലിപ്പോൾ നമുക്ക് പറയാൻ ഉത്രാട നക്ഷത്രം, തിരുവോണം നക്ഷത്രം, അവിട്ടത്തിൻ്റെ പകുതി നക്ഷത്രങ്ങളും ചേരുമ്പോൾ ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതും സാമ്പത്തിക നേട്ടം വരുമെങ്കിലും ചിലവ് വർദ്ധിക്കും എന്നുള്ളതും കടൻ തീർന്ന് കിട്ടുവാനുള്ള യോഗം കൂടിയും കാണുന്നുണ്ട്. ഭൂമിപരമായ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തുചാട്ടങ്ങൾ കാരണം ക്ലേശങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ നിങ്ങളുടെ എടുത്തുചാട്ടം വേണ്ട എന്നുള്ളതാണ് പറയുക. പല വിഷയങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് വാക്ക് തർക്കങ്ങളിൽ നിന്നും നിങ്ങൾ യുക്തിപൂർവം പിന്മാറണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. നിങ്ങളുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായിരിക്കില്ല. ഔഷധ സേവ ചെയ്യുന്നതും അതേപോലെ തന്നെ പരിശോധന നടത്തുന്നതും വളരെ നന്നായിരിക്കും. ഔദ്യോഗിക രംഗത്തെ അധികാര പദവിയും ഒപ്പം അധ്വാനഭാരവും വർദ്ധിക്കുന്നതായിരിക്കും. ആലോചനാക്കുറവ് മൂലം അശ്രദ്ധ നിമിത്തവും ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ആത്മസുഹൃത്തുക്കളിൽ നിന്നും പ്രതികൂല മനോഭാവം ഉണ്ടായേക്കാം. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിവാഹം കഴിഞ്ഞ് സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താനയോഗത്തിനും വളരെ അനുകൂലമായ സമയമാണ് എന്നാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. ഉദ്യോഗം ലഭിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായിട്ട് സാമ്പത്തിക നേട്ടങ്ങളും വ്യാപാരത്തിൽ നേട്ടവും ഉണ്ടാകും. പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾ ഒന്നുചേരുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ധനവ്യയ കാരണം കലഹങ്ങളും മനോവ്യസനങ്ങളും ബന്ധുവിരോധവും വാഗ്ദോഷങ്ങളും വാദസംബന്ധമായ രോഗങ്ങളും സന്താനക്ലേശവും ഗൃഹനിർമ്മാണങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് പറയുക. അതേപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നും നിങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കും എന്നുള്ളതാണ്. നേത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. ശത്രുജനങ്ങൾ വർദ്ധിക്കും എന്നിവയാണ് ഫലങ്ങൾ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ. പൊതുവെ നല്ലൊരു സമയമാണ്. നമ്മൾ നല്ല രീതിയിൽ മുന്നേറണം എന്നുള്ളതും കൂടി നമുക്കിതിൽ പറയാം. ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. വർഷമധ്യത്തിൽ സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെ എന്ന് പറയാം. ദേഹാരിഷ്ടകളെല്ലാം മാറി അഗ്നിഭയങ്ങളെല്ലാം മാറിക്കിട്ടും. ആപത്തുകളും ദൈന്യതയും വാഹനഭയവും എല്ലാം മാറിക്കിട്ടും എന്നാണ് പറയുക. എങ്കിലും വാഹനം ഇപ്പുറത്തേക്ക് വേണ്ട, അടുത്ത മാർച്ചിന് ശേഷം നമ്മൾ വാഹനം ഉപയോഗിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൽക്കർമ്മസിദ്ധി ഉണ്ടാവും. അഭീഷ്ട കാര്യജയങ്ങളെല്ലാം ലഭിക്കും. സാമ്പത്തിക ലാഭവും മനക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടും. ഉദ്യോഗത്തിൽ പ്രമോഷനും സ്ഥാനലബ്ധിയും കിട്ടുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. രോഗദുരിതങ്ങളെല്ലാം മാറി കർമ്മ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അപകീർത്തിയെല്ലാം മാറിക്കിട്ടും. ആരോഗ്യത്തിനുള്ള പ്രയാസങ്ങളെല്ലാം മാറി ആരോഗ്യവർദ്ധനവും സന്താന ഗുണങ്ങളും മനോദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. അടുത്തുള്ള ക്ഷേത്രങ്ങൾ യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം.